ഈ രാത്രിയിൽ കേട്ട ഏറ്റവും ക്രൂരമായ ദാരുണമായ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് ക്രൈം ഫയൽ കടക്കുന്നത്. തൃശൂർ കുന്നംകുളം ആർത്താറ്റാണ് വീട്ടമ്മയെ വെട്ടിക്കൊന്നെന്ന വാർത്ത വരുന്നത്. 55-കാരി സിന്ധു മണികണ്ഠനെയാണ് കൊലപ്പെടുത്തിയത്. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്താണ് ഈ ക്രൂര കൊലപാതകം നടന്നത്. വീടിനകത്ത് വെട്ടേറ്റ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൊലപാതക കേസിൽ പ്രതിപിടിയിലായി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ആദ്യം ആ കൊലപാതകം നടന്ന സ്ഥലത്തു നിന്ന് നാട്ടുകാരായ ഒരാളുടെ പ്രതികരണം കേൾക്കാം. ഞങ്ങൾ വരുമ്പോ ഒരാളുണ്ട്, അയാളെ സിന്ധു കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വന്നു. അപ്പൊ അയാള് അതും പറയലും വാതിലടച്ചു. അപ്പൊ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആവുന്ന വിചാരിച്ചിട്ട് ഞങ്ങള് പുറത്തേക്ക് പോയി. ആ തടിക്ക ചിപ്പുണ്ട് മണികണ്ഠൻ വരുന്നു. അപ്പൊ മണിയോട് ഞാൻ പറഞ്ഞു ഒരാള് വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. മണി പറഞ്ഞു സിന്ധു കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മണിയോട് ഒരാള് വീട്ടിൽ. മണി പറഞ്ഞു പെങ്ങളുടെ മകനാവും പറഞ്ഞു. അധികം പ്രായം പാന്റാണ് കറുത്ത ബനിയനിട്ടിരിക്കുന്നത്. താടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു നോട്ടം കണ്ടല്ലോ. അതിലപ്പം തന്നെ വാതിലടക്കുകയും ചെയ്തു, അധികം ചെയ്തു. MS ലിഷോയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിഷോയി, ഈ സ്ത്രീ പറയുന്നത് പ്രകാരം കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാളാണ് ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇത് ആരെന്ന് വ്യക്തമായില്ല. ഇത് നാട്ടുകാർ തന്നെ ഇയാളെ വളഞ്ഞിട്ട് പിടികൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്ന് പോലീസ് പറയുമ്പോൾ ഈ കൊലയാളി ആരാണ്? എങ്ങനെയാണ് ഈ ക്രൂര കൊലപാതകം നടന്നത്? മുതുവറ സ്വദേശി കണ്ണനാണ് ഈ കൊലയാളി. ഇയാൾ വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ സിന്ധുവിന്റെ വീട്ടിലേക്ക് ഇയാൾ വൈകുന്നേരം എത്തുകയായിരുന്നു. ആ സമയത്ത് സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനിടയിലാണ് കഴുത്തറുത്ത് ഈ വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. ഇയാൾ വീടിന്റെ പുറകുവശത്തെ വാതിലിലൂടെയാണ് അകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് പറയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ ആരോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ പിന്നീട് തൊട്ടടുത്ത വീട്ടുകാർ ഈ വീടിന്റെ വാതിൽക്കൽ എത്തുകയും ഈ സിന്ധുവിനെ വിളിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഈ കൊലപാതകി വീട്ടിന്റെ ഡോർ തുറന്ന് ഇവരോട് പറയുന്നത് സിന്ധു അകത്തുണ്ട് എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുന്നത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ കൊലപാതകം നടന്നതായി മനസ്സിലാക്കുന്നത്. പിന്നീട് ആളുകളും പോലീസും എല്ലാം തന്നെ സ്ഥലത്തെത്തി. അതേസമയം തന്നെ ഈ കൊലപാതകിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ചീരക്കുഴി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് നാട്ടുകാരാണ് ഒരു കറുത്ത ടീഷർട്ട് ഇട്ട് ദേഹത്ത് രക്തം പുരണ്ട രീതിയിൽ മാസ്ക് വെച്ച ഒരാളെ കാണുന്നത്. സംശയം തോന്നിയ നാട്ടുകാർ അയാളെ ഉടനടി തന്നെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് പോലീസ് എത്തി വിശദമായി ചോദിച്ചപ്പോഴാണ് ഇയാളുടെ പക്കൽ നിന്നും സിന്ധുവിന്റേതെന്ന് കരുതുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് ഉടനടി തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം മോഷണ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുന്നംകുളം അർത്താറ്റ് ഉണ്ടായിരിക്കുന്നത്. അർത്താറ്റ് പള്ളിയുടെ അടുത്താണ് ഈ സിന്ധുവിന്റെ വീട്. ഈ സിന്ധുവും ഭർത്താവും മണികണ്ഠനും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് വീട്ടിൽ സ്ഥിരതാമസമുള്ളത്. മണികണ്ഠൻ പുറത്തുപോയ സമയത്താണ് ഈ കൊലപാതകം നടന്നത്. ലിഷോ, ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കൊലയാളിയായിട്ടുള്ള കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ മോഷണ ശ്രമത്തിനിടെ നടത്തിയ കൊലപാതകം. അപ്പം മോഷണത്തിനായി എത്തിയെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇയാൾ സമാന കേസുകളിൽ എന്തെങ്കിലും പ്രതിസ്ഥാനത്തുള്ള ആളാണോ? ഇതിനു മുൻപ് ഇയാളുടെ പേരിൽ അങ്ങനെയുള്ള വല്ല കേസുകളുമുണ്ടോ? രണ്ടാമത്തെ കാര്യം, നാട്ടുകാർ അവിടെ എത്തി ഒരാളെ കണ്ടു, അയാൾ വാതിൽ തുറന്ന്, അതായത് കൊലയാളി തന്നെ വാതിൽ തുറന്ന് പറയുകയാണ് ഈ സ്ത്രീ അകത്തുണ്ട്, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ നാട്ടുകാരും ഈ സിന്ധു എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ആയിട്ടുള്ള അധികം ബന്ധമില്ലാത്ത ആളുകളാണോ, അതോ ഇയാളെ കണ്ടു പരിചയമുണ്ടോ? എന്താണത് മനസ്സിലാകുന്നില്ല. അതായത് ഈ പ്രതിയെ പിടികൂടിയിട്ട് അധിക സമയമായിട്ടില്ല. ഏകദേശം 9:30 കൂടി മാത്രമാണ് പ്രതിയെ പിടികൂടിയത്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഇയാൾക്ക് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് അറിയാൻ കഴിയുകയുള്ളൂ. കൂടാതെ ഈ രണ്ടാമത് ചോദിച്ച കാര്യം, അതായത് ഈ തൊട്ടടുത്ത വീട്ടുകാരെത്തിയ സമയത്ത്
ഈ കൊലപാതകത്തിന്റെ വാതിൽ തുറന്ന് സിന്ധു അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വീടിനകത്ത് നിന്ന് ഒരാൾ വാതിൽ തുറന്ന് മാസ്ക് വെച്ചാണ് നിന്നിരുന്നത്. ആ മാസ്ക് വെച്ച് തന്നെ വാതിൽ തുറന്ന് പറയുകയായിരുന്നു സിന്ധു അകത്തുണ്ട് എന്ന്. അപ്പോൾ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പുറത്തു നിന്ന് വന്നതായിരിക്കാം എന്നുള്ളതാണ് ഈ തൊട്ടടുത്ത വീട്ടുകാർ കരുതിയിരുന്നത്. അതല്ലാതെ മറ്റു മുഖപരിചയം ഒന്നും തന്നെ ഇയാളുമായി ഇല്ല എന്നുള്ളതാണ് ആ സ്ത്രീ, അതായത് തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ നമ്മളോട് എന്തായാലും പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ആവാൻ സാധ്യതയില്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. മോഷണത്തിന് വേണ്ടി തന്നെ എത്തിയതാകാം. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗവും പിന്നീട് ഉണ്ടായ കാര്യങ്ങളുമായിരിക്കും ഒരുപക്ഷെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. പക്ഷെ അത് ദൂരമായി കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ശരി, MS ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ കുന്നംകുളം ആർത്താറ്റാണ് വീട്ടമ്മയെ കഴുത്തറുത്തു കൊന്നത്. സ്വർണ്ണാഭരണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. കൊലയാളി കണ്ണൻ പോലീസിന്റെ പിടിയിലാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്.